ഹൈത്തിക്കെതിരെ നന്നായി കളിച്ചു എന്ന് വെച്ചിട്ട് ബ്രസീലിനെ മൊത്തത്തിൽ നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വിജയമാണ്, ബ്രസീൽ അർഹിച്ച വിജയമാണ്. അതായത് നന്നായി തന്നെ കളിച്ചു. ഹൈത്തിയുടെ ഭാഗത്തു നിന്ന് കാര്യമായിട്ടുള്ള മൂവ്മെന്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. സെക്കൻഡ് ഹാഫിൽ കുറച്ച് അറ്റംപ്റ്റ്സ് ഉണ്ടായിരുന്നല്ലാതെ ആലിസന്റെ കുറച്ച് നല്ല സേവ് ഒക്കെ വന്നൊരു മത്സരം കൂടിയായിരുന്നു. പക്ഷേ ഓവറോൾ ബ്രസീൽ നന്നായി കളിച്ചൊരു കളിയായിരുന്നു. പക്ഷെ അതേസമയം നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മത്സരം അത് ഹൈത്തിക്കെതിരെ നന്നായി കളിച്ചു എന്ന് വെച്ചിട്ട് ബ്രസീലിനെ മൊത്തത്തിൽ നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. കാരണം ഹൈത്തി കമ്പാരിറ്റീവ്ലി ഒരു ലോവർ ടീമാണ്, റാങ്ക് ഒക്കെ വെച്ച് നോക്കുമ്പോഴാണെങ്കിലും ടീമിന്റെ സെറ്റപ്പ് ആണെങ്കിലും എല്ലാം കൊണ്ട് ഒരു ചെറിയ ടീമാണ്, ഒരു കുഞ്ഞു ടീമാണ്. അപ്പോൾ ആ ഒരു ടീമിനെതിരെ ബ്രസീൽ 3-0 ജയിച്ചു എന്ന് പറഞ്ഞിട്ട് ബ്രസീൽ തിരിച്ചു വന്നു കപ്പടിക്കും എന്നൊന്നും പറയാറായിട്ടില്ല. പക്ഷേ അവരുടെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന, അവരുടെ ഫാൻസിന് ആവേശം നൽകുന്ന, ബ്രസീൽ ടീമിന് ഒരു ആശ്വാസം നൽകുന്ന ഒരു വിജയമായിരുന്നു. തീർച്ചയായിട്ടും അത് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് കൂനിയുടെ 2 ഗോളും വിനീഷ്യസിന്റെ ഗോളും. അപ്പോൾ വിനീഷ്യസിന്റെ കാര്യം നമുക്ക് പറയാം. പക്ഷെ എന്നിരുന്നാലും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം കാർലോ ആൻസലോട്ടി പറഞ്ഞത് ഫസ്റ്റ് ഹാഫിൽ നമ്മൾ നല്ല ഫ്രീ ഫ്ലോയിങ് ആയിട്ട് കളിച്ചു, സെക്കൻഡ് ഹാഫിൽ നമ്മൾ കൂടുതൽ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഓവറോൾ മൊത്തത്തിൽ നല്ലൊരു ഗെയിമായിരുന്നു എന്നാണ് ആൻസലോട്ടി പറയുന്നത്. പക്ഷേ ഒരു ന്യൂട്രൽ ഫാൻസിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് മാച്ച് കാണാമെന്ന് പറഞ്ഞിരുന്നവർക്ക് കുറച്ച് ബോറടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് 3 ഗോൾ പറഞ്ഞത് ഫസ്റ്റ് ഹാഫിലായിരുന്നു. സെക്കൻഡ് ഹാഫിൽ ബ്രസീലിന് ശ്രമിക്കാമായിരുന്നു, ശ്രമങ്ങൾ ഉണ്ടായി, പക്ഷെ ഒന്നും അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. വിനീഷ്യസിന്റെ അതെ റഫീന ആദ്യം അടിച്ചൊരു ഗോൾ ഓഫ് സൈഡ് ആയിട്ടുണ്ടായിരുന്നു, എൻട്രിക്കിന്റെ ഓഫ് സൈഡ് ആയി.